പടിഞ്ഞാറേ കോണിൽ മലകൾക്ക് മുകളിൽ സൂര്യൻ ചുട്ടുപഴുപ്പിച്ച് ഈയക്കട്ട പോലെ വിളറി നിന്നു. അത് ചോരയുടെ നിറമുള്ള വെയിൽനാളങ്ങളെ ഛർദ്ദിച്ചു. നീണ്ടുപരന്ന കുന്നിൻ തെരുവുകളിലും ഇടയ്ക്കിടെ തലയുയർത്തി നിൽക്കുന്ന ചൗക്കമരങ്ങളിലും പന്നച്ചെടികളിലും മുൾപ്പടർപ്പുകളിലും അന്തിവെയിൽ തട്ടി. സ്വർണം ഉരുക്കിയൊഴിച്ചതുപോലെ ശോഭിച്ചു. ഇടയ്ക്കിടെ കടുംചുവപ്പും തവിട്ടുനിറവും കലർന്ന് തിളങ്ങിയിരുന്നു. ആ മലഞ്ചെരുവുകളിൽ നിശബ്ദത മരവിച്ചു കിടന്നിരുന്നു. മന്ദമാരുതം പോലും ചലിച്ചില്ല. വടക്കേ കൂറ്റൻ മലഞ്ചെരുവുകളിൽ നിബിഡമായ ആരണ്യത്തിന് മുകളിൽ മൂടൽമഞ്ഞ് നിശ്ചലം കിടന്നു. വൃദ്ധാരുണ കിരണങ്ങൾ ആ തൂവെണ്മയിൽ വികൃതഭാവങ്ങൾ ചമച്ചു. മൃതപ്രായയായ ഒരു പെൺകുട്ടിയുടെ യൗവനയുക്തയുടെ കവിളിണകൾ ഓർമ്മകളുടെ വേലിയാറ്റത്തിൽപ്പെട്ട് അസഹനീയമായ വേദനയുടെ തിരമാലകളിൽപ്പെട്ട് തിളങ്ങുന്നതുപോലെ, മങ്ങുന്നതുപോലെ. ചൗക്കമരത്തിലിടിച്ചു കിടന്ന കാറിൻ്റെ പിൻഗ്ലാസുകൾ തീ പിടിച്ചതുപോലെ തിളങ്ങി. 5-8 ആളുകൾ അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നാരായണനും ഡോക്ടർ ജോസ് പ്രകാശും പപ്പുവുമുണ്ട്. ആരും ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും മ്ലാനവദനരായിരുന്നു. മരത്തിലിടിച്ച് കാറിൻ്റെ ഫ്രണ്ട് തകർന്നു പോയിരുന്നു. ഗ്ലാസ് ചെറിയ തുണ്ടുകളായി ചിതറി അകത്തും പുറത്തുമായി കിടക്കുന്നു. മല്ലിക അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. മലഞ്ചെരുവിലൂടെ ഒരു ഇരമ്പൽ അവരുടെ കാതുകളിലെത്തി. അതാ അവർ വന്നു കഴിഞ്ഞു. ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ ശബ്ദം കേട്ട് നാരായണൻ ശിരസ്സുയർത്തി നോക്കി. അയാളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. പോലീസ് ജീപ്പ് വളവ് തിരിഞ്ഞു വരുന്നത് അയാൾ കണ്ടു. അത് അവരുടെ അടുത്ത് വന്നു നിന്നു. ഇൻസ്പെക്ടർ വിൻസെൻറ്റും 3 കോൺസ്റ്റബിൾമാരും ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ. ഡോക്ടർ പ്രകാശ് ഹസ്തദാനം ചെയ്തു. ഗുഡ് ഈവനിങ്. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായാലും നമ്മൾ ഇത് തന്നെ പറയണം അല്ലേ? ഇൻസ്പെക്ടർ ചിരിച്ചു. പിന്നെ ഇരച്ചു കിടന്ന കാറിന് നേരെ നടന്നു. കാറിൽ ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ. തകർന്നു കിടക്കുന്ന ചില്ലി കഷ്ണങ്ങളുടെ പ്രതിഫലനം ശ്രദ്ധിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ തിരക്കി. അതെ. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഭാഗ്യം കൊണ്ടാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടത്. നാരായണൻ്റെ കണ്ടം ഇടറുന്നുണ്ടായിരുന്നു. താങ്കൾ സമാധാനിക്കൂ. എന്തിനും പരിഹാരമുണ്ടാക്കാം, ഇൻസ്പെക്ടർ പറഞ്ഞു. മധ്യവയസ്കനായിരുന്നു ഇൻസ്പെക്ടർ വിൻസെൻ്റ്. എന്നിരുന്നാലും മിസ്റ്റർ നാരായണൻ്റെയോ ഡോക്ടർ പ്രകാശിൻ്റെയോ പോലെ അദ്ദേഹത്തിൻ്റെ മുടിയിഴകൾ നരച്ചിരുന്നില്ല. നീണ്ട കൈക്കാലുകളും ഉറച്ച മാംസപേശികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നീണ്ട മുഖത്തെ താടിയല് ചരിതാകൃതിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിളുകൾ ഒട്ടും മൃദുലമായിരുന്നില്ല. ബലമുള്ള മാംസപേശികൾ എഴുന്നു നിന്നിരുന്നു. ദൃഢനിശ്ചയവും കർമ്മകുശലതയും തികഞ്ഞ ഗാംഭീര്യവും ആ കണ്ണുകൾക്കുണ്ടായിരുന്നു. അദ്ദേഹം ചുറ്റും കണ്ണോടിച്ച ശേഷം നാരായണൻ്റെ നേരെ നോക്കി. സംഭവം ആദ്യം കണ്ടത് ആരാണ്? ഞാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും ഓടിപ്പോകുന്നത് കണ്ടായിരുന്നോ? ഇല്ല. ആലോചിച്ച് നോക്കൂ. സുഹൃത്തുക്കളോ ജോലിക്കാരോ വഴിയിൽ വെച്ച് സംശയകരമായ രീതിയിൽ ആരെങ്കിലും കണ്ടതായി? ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. ഇൻസ്പെക്ടർ പിന്നെ ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം പരിസരം നിരീക്ഷിക്കുകയായിരുന്നു. റോഡിൻ്റെ മുകൾ വശം 4 അടിയിൽ കൂടുതൽ ഉയരമില്ലാത്ത തിട്ടയും താഴ്വശം ഇറക്കവുമായിരുന്നു. താഴെ നിന്നുകൊണ്ട് ആരും ഒരാക്രമണത്തിന് തുനിയുകയില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. കാരണം അടിയിൽ നിന്നുകൊണ്ട് കാറിനുള്ളിലേക്ക് കൃത്യമായി ഉന്നം പിടിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല കാറിലുള്ളയാൾക്ക് ശത്രുവിനെ പെട്ടെന്ന് കാണാനും കഴിയും. നിങ്ങൾ റോഡിന് മുകൾ വശത്തെ പരിശോധിക്കണം. ഏതെങ്കിലും തേയില ചെടികളുടെ ചുവട്ടിൽ ശത്രുവിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇൻസ്പെക്ടർ പോലീസുകാരോട് നിർദ്ദേശിച്ചു. അവർ തിട്ട കയറി മുകളിലെത്തിയപ്പോൾ അദ്ദേഹം തകർന്നു കിടന്ന കാറിന് നേരെ തിരിഞ്ഞു. ഒരു സിഗരറ്റ് എടുത്ത് അതിരങ്ങൾക്കിടയിൽ തിരുകി ലൈറ്റർ തെളിച്ചു തീ കൊളുത്തി. കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് തകർന്നത് മരത്തിലിടിച്ചല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അത്ര ശക്തിയിലൊന്നും ആയിരുന്നില്ല അത് മരത്തിലിടിച്ചിരുന്നത്. അതിൽ നിന്നും സൈഡിലൂടെ വന്ന ബുള്ളറ്റാണ് അതിന് ഹേതുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മാത്രമല്ല ഘാതകൻ ഈ രംഗത്ത് പരിചയസമ്പന്നനുമാണ്. മിക്കവാറും റൈഫിൾ തന്നെയാണ് അയാൾ ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്നും അദ്ദേഹം വിശ്വസിച്ചു. അകലെ നിന്നും ആക്രമിക്കാൻ വിദഗ്ധനായ ഒരു കൊലയാളി റൈഫിൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പിൻഭാഗം തോളിൽ വെച്ച് കൃത്യമായി ഉന്നം പിടിക്കുവാനും കഴിയും. മാത്രമല്ല അതിന് 250-300 മീറ്റർ റേഞ്ചുണ്ട്. താങ്കൾ ഇവിടെ എത്തുമ്പോൾ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നോ? ഇൻസ്പെക്ടർ നാരായണൻ്റെ നേരെ വീണ്ടും നോക്കി. ഇല്ല. അദ്ദേഹം വീണ്ടും എന്തോ കൂടി ചോദിക്കാൻ തുടങ്ങിയതാണ്. അതിനു മുൻപ് 100 വാരയിൽ അകലത്തല്ലാത്ത നിന്ന പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു. സാർ, ഇവിടെ 2 കാൽപ്പാടുകൾ. വെരി ഗുഡ്. ഇൻസ്പെക്ടർ സിഗരറ്റിൻ്റെ പുക ഊതി പറപ്പിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ഊർജ്ജസ്വലതയോടെ തിട്ടയിലേക്ക് കയറി. തേയിലച്ചെടികൾക്കിടയിലൂടെ നടന്ന് അദ്ദേഹം ആ പോലീസുകാരൻ്റെ ചാരത്തെത്തി. അവിടെ 2 ബൂട്ട്സിൻ്റെ പാടുകൾ വളരെയധികം പതിഞ്ഞു കണ്ടു. അതിൽ പലതും വളരെ വ്യക്തമായിരുന്നു. ഒരു മനുഷ്യൻ അക്ഷമനായി അവിടെ വളരെ നേരം കാത്തുനിന്നതിൻ്റെ തെളിവുകളായിരുന്നു അത്. ആ കാലടികളിൽപ്പെട്ട് ഇളകിയ മണ്ണിൽ നിന്നും ഒരു ചെറിയ വസ്തു ഇൻസ്പെക്ടർ വിൻസെൻ്റ് നുള്ളിയെടുത്തു. ഒരു സിഗരറ്റ് കുറ്റിയായിരുന്നു. അതിലെ മൺതരികൾ തട്ടിക്കളഞ്ഞപ്പോൾ കരിത്തീർന്ന ഭാഗത്തെ ചുവന്ന ചിത്രത്തിൻ്റെ ഭാഗങ്ങൾ വ്യക്തമായി. അതൊരു ചാർമിനാറിൻ്റെ കുറ്റിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഉറപ്പുവരുത്താനായി അദ്ദേഹം അത് തൻ്റെ സമീപത്ത് നിന്ന കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതൊരു പനാമയുടെ കുറ്റിയല്ലേ? വെളിച്ചം മങ്ങിത്തുടങ്ങുകയായിരുന്നു. അയാളത് കണ്ണിനോട് അടുപ്പിച്ചു വെച്ച് വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. അല്ല സാർ, ഇതൊരു ചാർമിനാർ സിഗരറ്റിൻ്റെ കുറ്റിയാണ്. താൻ പ്രതീക്ഷിച്ച ഉത്തരം
ഇൻസ്പെക്ടർ സാവധാനം ചിരിച്ചു. പിന്നെ നിലത്ത് കുനിഞ്ഞ് ആ കാലടിപ്പാടുകൾ പരിശോധിച്ചു. പിന്നെ മഹസർ തയ്യാറാക്കാൻ കോൺസ്റ്റബിളിനെ ചുമതലപ്പെടുത്തിയിട്ട് ഇൻസ്പെക്ടർ കാറിനടുത്തേക്ക് വന്നു. അപ്പോൾ ആ സിഗരറ്റ് കുറ്റി ഒരു കടലാസിൽ പൊതിഞ്ഞ് അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ വിൻസെന്റും ഡോക്ടർ പ്രകാശും നാരായണനും കൂടി ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മല്ലിക തുറന്നു കിടക്കുന്ന ജനലിലൂടെ ഇരുട്ട് കട്ടപ്പിടിച്ച് കിടക്കുന്ന താഴ്വരകളിൽ കണ്ണുനട്ട് ജനലിന് സമീപത്ത് നിൽക്കുകയായിരുന്നു. പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ നെറ്റിയിൽ ഒരു ബാൻഡേഡ് ഉണ്ട്. മ്ലാനമായ മുഖത്ത് ഭീതിയുടെ കരിനിഴലുണ്ടായിരുന്നു. ഇപ്പോൾ വേദന അനുഭവപ്പെടുന്നുണ്ടോ മല്ലികെ? ഡോക്ടർ അവളുടെ ചാരത്തേക്ക് വന്നു. തീരെയില്ല, അവൾ സാവധാനം മന്ദഹസിച്ചു. ഇൻസ്പെക്ടർക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. ഞങ്ങൾ ഉടനെ വരാം. അത് പറഞ്ഞിട്ട് നാരായണനും ഡോക്ടറും പുറത്തേക്ക് പോയി. മല്ലികയെന്നാണ് പേര് അല്ലേ? ആ മുറിയിൽ അവർ ഒറ്റപ്പെട്ടപ്പോൾ ഇൻസ്പെക്ടർ ചോദിച്ചു. അതെ. ഈ ബെഡിലിരിക്കൂ. മല്ലിക അനുസരിച്ചപ്പോൾ ഇൻസ്പെക്ടർ വിൻസെൻ്റ് ജനലിന് സമീപം കിടന്ന സ്റ്റൂൾ വലിച്ച് ബെഡിനടുത്തിട്ട് മല്ലികയ്ക്ക് അഭിമുഖമായി ഇരുന്നു. ഒരു സിഗരറ്റ് കത്തിച്ചു പുകയെടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. എങ്ങനെയാണ് അപകടമുണ്ടായത്? അതേപ്പറ്റി പറയൂ. മിസ്റ്റർ മധു വിളിച്ചതനുസരിച്ച് താൻ എസ്റ്റേറ്റ് ക്ലബിലേക്ക് യാത്രയായ വിവരം അവൾ പറഞ്ഞു. കാർ തേയിലത്തോട്ടത്തിലൂടെ അരഞ്ഞാണം പോലെ വളഞ്ഞു പുളഞ്ഞ റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ അകലെ ജോസ് പ്രകാശിൻ്റെ കൂറ്റൻ ഹോസ്പിറ്റൽ മല്ലിക കണ്ടു. ശീതക്കാറ്റ് ഒരു ചൂളം വിളിയോടെ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ടേ! പെട്ടെന്ന് വെടിപൊട്ടി. മല്ലികയുടെ ഇടത് ചെവിയിൽ തൊട്ടു തൊട്ടില്ല എന്ന ഭാവത്തിൽ പാഞ്ഞുപോയ ആ വെടിയുണ്ട ഫ്രണ്ടിലെ ഗ്ലാസ് തകർത്തുകൊണ്ട് കടന്നുപോയി. ആ നിമിഷം തന്നെ അവൾ ഭയന്ന് അലറി വിളിച്ചു. അവളുടെ തല കറങ്ങുകയും സ്റ്റിയറിംഗിൽ നിന്നും കൈകൾ വഴുതി മാറുകയും ചെയ്തു. പെട്ടെന്ന് നിയന്ത്രണം വിട്ട കാർ റോഡ് സൈഡിലെ ചൗക്കമരത്തിൽ ചെന്നിടിച്ചു. അപ്പോഴവളുടെ നെറ്റി മുൻവശത്ത് വന്നിടിച്ചതോടെ സീറ്റിൽ നിന്നും മറിഞ്ഞു വീണു. അമ്മോ! അവൾ സാവധാനം തലയുയർത്തി പിന്നോട്ട് നോക്കി. അവിടെ തേയില ചെടികൾക്കിടയിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരു മനുഷ്യൻ നിൽക്കുന്നത് അവൾ കണ്ടു. അയാളുടെ മുഖത്ത് നിഴൽ വീണിരുന്നു. അന്തിക്കതിരവൻ്റെ കിരണങ്ങളിൽ അവൻ്റെ രക്തവർണമായ മുടിയിഴകൾ ഇളകിയാടുന്നത് അവൾ കണ്ടു. റൈഫിളിൻ്റെ കുഴലിലൂടെ വന്ന പുക അയാൾ ഊതിപ്പറപ്പിച്ചു. പിന്നെ ചുവപ്പ് നിറം പടരുന്ന തേയില ചെടികളുടെ ഇടയിലൂടെ ഒരു നിഴൽ പോലെ അയാൾ ഓടിപ്പോയി. കണ്ണുകളിൽ ഇരുട്ടു കയറുന്നതുപോലെയും ശരീരം തളരുന്നതുപോലെയും അവൾക്ക് തോന്നി. അവൾ ഒരു ഞരക്കത്തോടെ സീറ്റിലേക്ക് മറിഞ്ഞു വീണു. ഓർമ്മ കിട്ടുമ്പോൾ അവൾ ഹോസ്പിറ്റലിലെ ആ ബെഡിലായിരുന്നു. എസ്റ്റേറ്റിൽ നിന്നും മടങ്ങി വരുന്ന അങ്കിളാണ് അപായ നിലയിൽ കിടന്ന് തന്നെ കണ്ടുമുട്ടിയതെന്നും ഇവിടെ എത്തിച്ചതെന്നും അവൾ പിന്നീട് മനസ്സിലാക്കി. ആ മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയാൻ മല്ലികയ്ക്ക് കഴിഞ്ഞോ? ഇൻസ്പെക്ടർ വിൻസെൻ്റ് സിഗരറ്റിൻ്റെ കുറ്റി ജനാലയിലൂടെ പുറത്തേക്ക് എറിഞ്ഞതിന് ശേഷം മറ്റൊന്നിനു കൂടി ലൈറ്റർ തെളിച്ച് ജീവനേകി. ഇല്ല, അയാളുടെ മുഖത്ത് നിഴൽ വീണിരുന്നു. സൂര്യന് പുറം തിരിഞ്ഞാണ് അയാൾ നിന്നിരുന്നത്. ആ രൂപത്തിലുള്ള ആരെങ്കിലും മല്ലികയുടെ പരിചയത്തിലുണ്ടോ? ഈ നേരമത്രയും അങ്ങനെയൊരു മനുഷ്യനെ തിരഞ്ഞു പിടിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. ഇല്ല, എനിക്കതിന് കഴിഞ്ഞില്ല. മധു അങ്ങനെയുള്ള ആളാണ്. നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ വിശ്വാസം. മല്ലികയ്ക്ക് അയാളെ കൂടുതൽ പരിചയമുണ്ടോ? അവൾ ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ സാവധാനം മന്ത്രിച്ചു. ഇല്ല. ബംഗ്ലാവിലെ ജോലിക്കാർ എങ്ങനെയുള്ളവരാണ്? വിശ്വസ്തരാണ്. ജോലിക്കാർക്കും മധുവിനുമല്ലാതെ മറ്റാർക്കെങ്കിലും മല്ലിക ആ വഴിക്ക് വരുമെന്നറിയാമായിരുന്നോ? ഇല്ല. ഇന്ന് സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. പക്ഷേ രാമദാസ് എന്നൊരാൾ അങ്കിളിനെ വിളിച്ചത് യാദൃശ്ചികമായി ഞാൻ കേട്ടു. പെട്ടെന്ന് അയാൾ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്തു. തീരെ സുഖകരമല്ലാത്ത രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഐ സി. ആരാണ് ഈ രാമദാസ്? ഇൻസ്പെക്ടർ ഉത്സാഹവാനായി പുകയെടുത്തുകൊണ്ട് സ്റ്റൂളിൽ ഇളകിയിരുന്നു. എനിക്കറിയില്ല. ആ ശബ്ദം എവിടെ വെച്ചെങ്കിലും കേട്ടിട്ടുള്ളതായി തോന്നിയോ? ഇല്ല. ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിനേക്കാൾ ഭീകരമായത് ചിലതുണ്ടായി. എന്താണത്? പറയൂ. ഇൻസ്പെക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ പപ്പു കണ്ട ശൽക്കങ്ങളുടെ മനുഷ്യരൂപത്തെപ്പറ്റിയും പറഞ്ഞു. അയാളുടെ രൂപമുള്ള ഒരാളെ ഡോക്ടറുടെ ലാബിൽ കണ്ടതു മാത്രം അവൾ പറഞ്ഞില്ല. അത് യാദൃശ്ചികമായിരിക്കുമെന്ന് അവൾ കരുതി. മല്ലികയ്ക്ക് ആരെങ്കിലും ശത്രുക്കളുള്ളതായി അറിയാമോ? ഇല്ല. ഞാൻ വർഷങ്ങളോളമായി എസ്റ്റേറ്റിൽ വന്നിട്ട് തന്നെ. ശരി, മല്ലിക വിശ്രമിക്കൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. കഴിവതും വേഗം മല്ലികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനെ പിടികൂടുന്നതാണ്. സമാധാനമായിരിക്കൂ. ഇൻസ്പെക്ടർ സിഗരറ്റിൻ്റെ ചാരം തട്ടിക്കളഞ്ഞതിന് ശേഷം അധരങ്ങൾക്കിടയിൽ തിരുകിക്കൊണ്ട് എഴുന്നേറ്റു. മിസ്റ്റർ നാരായണൻ. ആരാണ് ഈ രാമദാസ്? ഇൻസ്പെക്ടർ നാരായണനോട് തിരക്കി. രാമദാസ്? അയാളുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. നിങ്ങളില്ലാതിരുന്ന സമയത്ത് അയാൾ ഫോൺ ചെയ്തിരുന്നു. അയാൾ എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്. എവിടെയാണ് അയാളുടെ താമസം? മൂന്നാറിൽ. അയാൾ പണത്തിന് ബുദ്ധിമുട്ടുള്ള ആളാണ് അല്ലേ? അതെ.
നാരായണൻ അത്ഭുതത്തോടെ ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കി. എന്നോട് അയാൾ ചിലപ്പോഴൊക്കെ പണം കടം വാങ്ങാറുണ്ടായിരുന്നു. അതിരിക്കട്ടെ, ആളെങ്ങനെ? കുഴപ്പക്കാരനൊന്നുമല്ല. അപകടമുണ്ടായ വിവരം മധുവിനെ അറിയിച്ചില്ലേ? അറിയിച്ചിരുന്നു. മധുവും മല്ലികയുമായുള്ള വിവാഹം നടന്നാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളെന്താണ് അന്വേഷിക്കുന്നത് എന്ന ഭാവത്തിൽ നാരായണൻ ഇൻസ്പെക്ടറെ നോക്കി. എങ്കിലും അത് പ്രകടിപ്പിക്കാതെ അയാൾ പറഞ്ഞു, ഉണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് ആരെയും സംശയമില്ല സാർ. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഹോസ്പിറ്റലിന് മുൻപിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും മധു ഇറങ്ങി അവിടേക്ക് ഓടി വന്നു. അയാൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വിയർത്തൊഴുകുകയായിരുന്നു. മല്ലികയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടും അയാൾക്ക് സമാധാനമായില്ല. നേരിൽ കണ്ടു ബോധ്യം വന്നപ്പോൾ മാത്രമേ അയാൾ അടങ്ങിയുള്ളൂ. ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. ആ അനിഷ്ട സംഭവം ഓർമ്മകളിൽ നിന്നും മറഞ്ഞു തുടങ്ങി. മല്ലികയും മധുവും കൂടുതൽ അടുക്കുകയായിരുന്നു ആ ദിവസങ്ങളിൽ. ഒരു ദിവസം അയാൾ അവളെ ക്ലബ്ബിൽ കൊണ്ടുപോയി. നിലാവെളിച്ചം തങ്ങി നിൽക്കുന്ന അവൾക്കിഷ്ടമുള്ള പാശ്ചാത്യ സംഗീതം തിരത്തല്ലുന്ന മുറിയിൽ ഒരു ഭാഗത്ത് അവർ ഇരുന്നു. ചുറ്റുമുള്ളവർ ചുവന്ന ഗ്ലാസുകളിൽ മദ്യം പകരുന്നത് അവൾ കണ്ടു. സുന്ദരിയായ ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടി അവർക്കിടയിലൂടെ നൃത്തം ചെയ്യുന്നു. മധു മദ്യപിക്കുമോ? മല്ലിക സാവധാനം ചോദിച്ചു. അല്പം ഉപയോഗിക്കുന്നത് നല്ലതാണ്, മധു പറഞ്ഞു. എനിക്ക് വേണ്ട. എങ്കിൽ ബിയർ വരുത്താം. അയാൾ ബോയിയെ വിളിച്ച് ഓർഡർ കൊടുത്തപ്പോൾ മല്ലിക ചുറ്റും നോക്കി. തന്നെ അറിയുന്നവരാരെങ്കിലും അവിടെയുണ്ടാവോ എന്ന ചിന്തയായിരുന്നു അവൾക്ക്. 2 മേശകൾക്കപ്പുറത്ത് നിന്ന് 2 കഴുകൻ കണ്ണുകൾ തൻ്റെ നേരെ ജ്വലിക്കുന്നത് അവൾ കണ്ടു. ആ മുഖം അവൾക്ക് പരിചയമുള്ളതായിരുന്നു. അന്നൊരു ദിവസം അങ്കിളുടെ മുറിയിൽ നിന്നിറങ്ങി വന്ന ദീക്ഷയുള്ള മനുഷ്യൻ, ആ നിഗൂഢകൻ.